ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് OSTന്റെ ഡിഫറെന്റ് മൊഡ്യൂൾസുകൾ അതേപോലെ നമ്മുടെ കുറച്ച് ലെവൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര ബിസി ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് കുറെ പേർക്ക് റിപ്ലൈ തരാൻ പറ്റിയിരുന്നില്ല. പിന്നെ അതേപോലെ എനിക്ക് വീഡിയോസ് ഇടാൻ അധികം സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. ഞാൻ C1 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഇതായിരുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ്സില് നമ്മള് ഇപ്പൊ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ടെലിഗ്രാമിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിനെ ഒരു മോഡല് തരാമോ എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇത്ര നല്ല പറ്റിയിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാനൊരു മോഡല് തരാമെന്ന് വിചാരിച്ചു. ഇതെന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മോഡലാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടും കൂടി ഉണ്ട്. അപ്പൊ അതിന് മുൻപ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഷ്രൈബൻ പാർട്ട് 1 ആണ്. ഔഫ്ഗാബി അയൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ അരീനന്റെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റീഡിങ് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ ഇതേപോലത്തെ ഒരു പേജ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് ഔഫ്ഗാബി അയൻസ് എന്നുള്ളത് കുറച്ചും കൂടി പിടുത്തം കിട്ടും. താഴെ അവിടെ ന്യൂട്സ്ലിഷെ സ്പ്രാഹ്ലിഷ് മിത്തൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ, അതില് കുറച്ച് നമുക്ക് സെന്റൻസുകൾ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് വേർഡ്സുകളും കാര്യങ്ങളൊക്കെ അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഫസ്റ്റ് ഔഫ്ഗാബെ നമുക്ക് എന്താണ് ഒരു ബെഷ്വേർഡ് ഇമെയിൽ തന്നെയാണ് അല്ലെ. സോ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കണം. അതേപോലെ ക്വസ്റ്റ്യനില് നമുക്ക് എന്തൊക്കെയാണോ അവര് ഏത് പോയിന്റ്സിനെയാണോ അവര് വീണ്ടും എംഫസൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ പോയിന്റ്സിനെ പറ്റിയിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ആ ഒരു ഫോർമൽ കംപ്ലൈന്റിന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഗ്രൂസ് ഫോമിൽ കൊടുക്കാനായിട്ട് ഒട്ടും മറക്കരുത്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റർ എഴുതുമ്പോൾ ഒരൊറ്റ പാരഗ്രാഫ് ആയിട്ട് അങ്ങ് എഴുതി തീർക്കാതെ ഓരോ പോയിന്റ്സ്, അതായത് ഞാൻ എന്താണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കൂലേ, ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് എഴുതുന്നത് എന്നുള്ള, അത് ഒരു കുഞ്ഞൊരു പാരഗ്രാഫ് ആക്കുക. പിന്നെ ഓരോ പോയിന്റ്സും ഓരോ കുഞ്ഞു 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 പാരഗ്രാഫ് പോലെ അങ്ങനെ തിരിച്ച് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മുടെ സ്വന്തം സെന്റൻസുകൾ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അതില് നമുക്ക് നല്ല മാർക്ക് കിട്ടും. ഞാനിപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് 14 മാർക്ക് ഉണ്ടായിരുന്നു 15-ല്. ആദ്യത്തേൽ എനിക്ക് റൈറ്റിംഗ് പാർട്ട് കിട്ടിയില്ലായിരുന്നു, പക്ഷെ എനിക്ക് 14 മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെതായ സെന്റൻസുകൾ തന്നെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ പരമാവധി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് മീൻസ് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ആദ്യം തന്നെ ഞാൻ ചെയ്ത കാര്യം ഗ്രാമേഴ്സ് മൊത്തം ഒന്ന് റിവൈസ് ചെയ്തെടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ, അതായത് B2 ലെവലില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ പോർഷൻസിനെ നമ്മൾ നേരത്തെ ഇതിൽ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, ഏതൊക്കെയാണ് അത് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ പോർഷൻസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കോമൺ ആയിട്ട് കുറച്ച് സെന്റൻസുകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എഴുതുകയാണ് എപ്പോഴും നല്ലത്. ഇത് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ചേച്ചി ഉണ്ടാക്കിയ കോമൺ സെന്റൻസുകൾ തരുമെന്നൊന്നും ചോദിച്ചാൽ ആരും വരണ്ട കേട്ടോ. അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പാസ്സായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പൊ അത് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാനതൊന്നും എടുത്തു വെച്ചില്ലായിരുന്നു. എനിക്ക് പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് OSTയുടെ കാര്യം പറഞ്ഞൊക്കെ വന്നപ്പോഴാണ് എനിക്കിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കുറെ പേർക്ക് ഉപകാരമാവെന്ന് തോന്നിയത്. പക്ഷെ ഞാൻ എപ്പോഴും പറയാ, എൻ്റെ നോട്ട്സ് ഒക്കെ നോക്കി പഠിക്കുന്നതായിട്ടും നമ്മള് എന്റേന്നല്ല ആരുടെ ആയാലും നമുക്കൊരു മോഡൽ നമ്മൾ നോക്കാം. അപ്പൊ അതിന് ഔഫ്ഗാബി അയൻസിന്റെ ഒരു മോഡൽ ഞാനിപ്പോ ഇട്ട് തന്നേക്കാം നിങ്ങൾക്ക്. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് നമ്മുടേതായ സെന്റൻസുകൾ എന്നെ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തേൽ എനിക്ക് 14 പിന്നത്തേൽ എനിക്ക് 18 മാർക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആ ഒരു രീതിക്ക് അതിനെ സെറ്റാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ ഞാൻ ഗോയിത്തേന്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എഴുതി നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് എനിക്ക് ഷ്രൈബനിലും അതിലും എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെ സെന്റൻസുകളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് നമുക്ക് കിട്ടും. അതിലെനിക്ക് 85 സംതിങ് 80 സംതിങ് മാർക്ക് എനിക്ക് ഗുരുത്തുകളും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് കിട്ടായികയില്ല. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോട്ട്സും ഇതിൽ കൊടുത്തിരിക്കുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നല്ലപോലെ വായിച്ചതിന് ശേഷം ഓരോന്നിനെ പറ്റി എന്ത് നമുക്ക് എഴുതാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിൽ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് കിട്ടാത്ത വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ വാട്ടർ ബുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. സോ അതിന്റെ ഹെൽപ്പോടൊക്കെ കൂടി നല്ല വൃത്തിയായിട്ട്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കറിയാവുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ജർമ്മൻ എക്സാംസ് എഴുതുമ്പോൾ ഒരിക്കലും റണ്ണിങ് ലെറ്റേഴ്സ്, അതായത് നമ്മുടെ കൂട്ടക്ഷരം എഴുതിയേക്കരുത്. കൂട്ടക്ഷരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂട്ടക്ഷരം ഇല്ലാതെ എഴുതി 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 ശീലിക്കണം. പിന്നെ ടൈം വെച്ച് നിങ്ങൾ റൈറ്റിംഗ് മൊഡ്യൂള് ചെയ്ത് ശീലിച്ചേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് ടൈം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോ ടൈം സെറ്റ് ചെയ്ത് വെച്ച് ഒറ്റക്ഷരത്തിൽ റണ്ണിങ് ലെറ്റേഴ്സ് എഴുതാതെ നിങ്ങൾ ശീലിക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ അരീനയുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ ഫോം ആണ്. ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ക്യാമ്പയിൻ, ഇപ്പൊ അവിടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഇന്റർനെറ്റില് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 2 ആഴ്ചക്ക് ഈ പറഞ്ഞ ക്യാമ്പിംഗ് ചെയ്യുന്ന ഒരു പ്ലേസിൽ നമ്മൾ ബുക്ക് ചെയ്യാണ്. പക്ഷെ നമുക്ക് അവിടുത്തെ കുറച്ച് പോയിന്റ്സുകൾ, നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കണ്ട പോയിന്റ്സ് കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ പോയിട്ട് ബുക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിൽ ഉള്ള കുറച്ച് പോയിന്റ്സുകളൊക്കെ നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ആൾക്ക് നമ്മൾ ലെറ്റർ എഴുതുകയാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ താഴെയാണ് ശരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ, ഷ്രൈബ് നോൺ ഐൻ ബെഷ്വയുടെ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ. അപ്പൊ അവിടെ കൃത്യമായിട്ട് ചിലപ്പോൾ അവര് ഹേൺ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, മിസ്റ്റർ മിയർ എന്ന് പറഞ്ഞിട്ട് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദാമിന്റെ ഹെറിന് യൂസ് ചെയ്യാം. കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണോ അവർ കൊടുത്തിട്ടുള്ളത് അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ മാർക്ക് പോകും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റ്സും വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഓരോന്നും വായിച്ചു നോക്കിയതിന് ശേഷം ഏത് പോയിന്റ്സിലാണ് അവർക്ക് ഈ പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരുന്നതെന്നാണ് അവരിങ്ങനെ മാർക്ക് ചെയ്ത് കുഞ്ഞു ബോക്സ് ആയിട്ട് ഇപ്പുറത്തും കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല പോലെ വായിച്ചു നോക്കുക. എന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർക്ക് പറ്റാതിരുന്ന കാര്യം എന്നൊക്കെ നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 2ാമത്തെ പോയിന്റിൽ നോക്കി നിങ്ങൾ, അതായത് എല്ലാ ദിവസവും നമ്മുടെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു നമ്മുടെ ഫോറസ്റ്റിൽ കൂടെ ഉള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കും, അതേപോലെ വാണ്ടറിങ് ഒക്കെ ഉണ്ട് എന്ന് അവരതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് എന്താണ്, 2 ആഴ്ചയില് ഒരു ഈ പറഞ്ഞ വാണ്ടറിങ് മാത്രമേ ഉണ്ടായുള്ളൂ. 200 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, ഒരു എണ്ണം മാത്രമേ 200 എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് എല്ലാ ദിവസവും അത് കിട്ടിയില്ല. അതാണ് മെയിൻ പോയിന്റ്. അപ്പൊ നമുക്ക് അത് നമ്മൾ സെന്റൻസിൽ എഴുതുമ്പോൾ എന്ത് പറയും, നമ്മളിപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്റ്റാർട്ടിങ്ങില് ഞാനിങ്ങനെ ബുക്ക് ചെയ്തിരുന്നു. ഞാൻ ഈ ഇൻസറാറ്റ് കണ്ടിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷെ എനിക്ക് അതിൽ കുറെ ഉൺസൂഫ്രീഡൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് ബഷ്വാഡൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് പറയാം, ഫസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വാണ്ടറിങ്. പക്ഷെ നിങ്ങളുടെ ഇൻസറൈറ്റിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് ആകെ ഒരു വാണ്ടറിങ് മാത്രമേ കിട്ടിയുള്ളൂ. അതെനിക്ക് ഭയങ്കര ഉൺസൂഫ്രീഡൻ ആയിരുന്നു. എനിക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ള ഒരു രീതിക്ക് പറയാം. ഞാൻ അവിടെ ഒന്നെങ്കിൽ ക്യാമ്പിംഗ് പ്ലേറ്റ്സിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചു, പക്ഷെ അവരാരും നല്ലൊരു മറുപടി തന്നില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് ഞാൻ ഡയറക്റ്റ് എഴുതുന്നത് എന്നുള്ള ഒരു രീതിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡെവലപ്പ് ചെയ്ത് പറയാം. ഓക്കെ, പിന്നെ 2ാമത്തേൽ നോക്കിയേ, നമ്മുടെ ഷ്വിമ്മിനെ പറ്റിയിട്ട് നമുക്ക് ഈ സിൽവർ സീല് പോയിട്ട് ഷ്വിമ്മൻ ചെയ്യാം എന്നുള്ള ഒരു രീതിക്കൊക്കെയാണ് അവർ പറയുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിക്ക്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, 30 മിനിറ്റ് എന്ത് ചെയ്യണം, പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സീയുടെ അവിടേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയാണോ അവർ പറഞ്ഞിരിക്കുന്നത് ആ പോയിന്റ്സിനെയാണ് നമ്മൾ നോക്കണ്ടേ. ഇനി 3ാമത്തേൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഡിവിഷൻ ഉണ്ട്,
10 VCs എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ്ടായത്, ഡ്യൂഷൻ ഐനെ വഹെ ലാങ് ഡിഫക്റ്റ്. അപ്പൊ എന്താണ് ഡ്യൂഷൻ? ഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷവറാണ്. അപ്പൊ ഈ ഡ്യൂഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് കുളിക്കാന്ന് അർത്ഥം. നമ്മുടെ വെർബ് വരുമ്പോ എങ്ങനെയാണ്? ഡ്യൂഷൻ എന്ന് പറയുന്നത് കുളിക്കുക തന്നെയാണ്, ബാധം എന്ന് പറയുന്നത് കുളിക്കുകയാണ്. പക്ഷെ എന്താ വ്യത്യാസം? ഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷവറിന്റെ അടിയിൽ കുളിക്കുന്നതും ബാധം എന്ന് പറയുന്നത് ബാത്ത് ടബിൽ കുളിക്കുന്നതാണ്. അപ്പൊ ഇത് ക്യാപിറ്റൽ ലെറ്റർ ഡി ആണ്. അപ്പൊ ഇതെന്താണ്? നൗണാണ്. ഡ്യൂഷൻ എന്ന് പറയുന്നത് നൗൺ ആയിട്ട് വരുമ്പോ നമ്മുടെ ഷവേഴ്സ്. ബട്ട് ഷവേഴ്സ് ഒന്നും എന്തായിരുന്നില്ല, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാം. വലിയൊരു കംപ്ലൈന്റ് ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് പറയണം. പിന്നെന്താണ് ലാസ്റ്റത്തിൽ നോക്കി, നമ്മുടെ 3 മീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ്, എല്ലാവർക്കും അവരവരുടേതായ സമയം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിലും ഇവർക്ക് എന്ത് പറ്റി? ഉൻസൂഫ്രീഡനാണ് ഉണ്ടായത്. അപ്പൊ സൈറ്റ് ഡയറക്റ്റ് നേബിനൈനാൻഡർ ആണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ അന്തേരൻ അല്ലായിരുന്നു നേബിനൈനാൻഡർ. അതായത് ഇത്ര 3 മീറ്റർ ദൂരത്തിൽ നമ്മുടെ ക്യാമ്പിങ്ങിന്റെ സാധനങ്ങളായിരിക്കും എന്നാണ് പരസ്യത്തിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ആ പിക്ചറിലെല്ലാം നിങ്ങൾക്ക് കാണാം തൊട്ടടുത്തായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഡിസ്കംഫേർട്ട് ആയിട്ടാണ് ഇയാൾക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഒരു കംപ്ലൈന്റ് ലെറ്ററിൽ കൊടുക്കണ്ടേ. ഇത് ഒരു മോഡലാണ്. ഇങ്ങനെ ബെറ്റർഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എക്സാമിന് അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്നാലും അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഇത് ആക്ച്വലി നമ്മുടെ ഈ അരീനയുടെ ടെക്സ്റ്റ് ബുക്കിന്റെ തന്നെ ഒരു ലോസിയും ആണ്. ഒരു മോഡലിന് നമുക്ക് നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പമാണിത്. അപ്പൊ ഇത് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക നന്നായിട്ട്, എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവര് സർഗേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്തുകൊണ്ടാണ് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു റീസൺ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അവര് ഒരൊറ്റ സെന്റൻസിൽ കാര്യം പറഞ്ഞു വെച്ചേക്കാണ്. പിന്നെ അതേപോലെ ഓരോ പാരഗ്രാഫ് ആക്കി തിരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു ബെഷ്വേർഡ് ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക, എന്താണ് നിങ്ങൾക്ക് അതിൽ പറയാനുള്ള എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ അതേപോലെ കൺക്ലൂഷനും മറന്നേക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതനുസരിച്ച് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അതേപോലെ സ്വൈറ്റൈലിയെ കണക്ടറിനൊക്കെ എന്തായാലും ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ജസ്റ്റ് ഒരു മോഡൽ, അവരെന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു മോഡലാണ്. അപ്പൊ ഇതില് നമ്മുടേതായ മാറ്റങ്ങൾ, നമ്മുടേതായ സെന്റൻസുകൾ, നമ്മുടേതായ സ്റ്റൈലൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ തന്നെ നമുക്ക് സ്കോറിങ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ലപോലെ ഇത് ആക്കും കൂടി വേണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പൊ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ നിങ്ങൾ അതിന് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യും. ഞാനും ഒറ്റക്ക് OST പ്രിപ്പയർ ചെയ്താണ്, ഒരാളുടെ സഹായവും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇതേപോലെ മെറ്റീരിയൽസും കാര്യങ്ങൾ എങ്ങനെയാണ് മോഡൽസ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ പറ്റും. സോ നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഒക്കെ നേരുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ ചൂസ്.